السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാനമുള്ള ഈ വേദിയുടെ അധ്യക്ഷൻ, അതേപോലെ തന്നെ ഉദ്ഘാടകൻ, മറ്റു വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, എന്നെ സോഷ്യൽ മീഡിയകളിലൂടെ വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നവർ, ഖബർ, ആ ഖബറിനോട് ഒരു മുസ്ലിമിൻ്റെ സമീപനം എന്താണ് എന്നുള്ളതാണ് ഈ ഉള്ളവൻ ഇവിടെ സംസാരിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനുൽ ഇസ്ലാമിൻ്റെ അടിത്തറയായ ഈമാൻ കാര്യങ്ങൾ പഠിപ്പിച്ചപ്പോൾ ഏറെ പ്രാധാന്യത്തോടു കൂടിയാണ് അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, പരലോകം, അതിൽ എന്തെല്ലാം കാര്യങ്ങൾ വിശ്വസിക്കണം, എന്തായിരിക്കണം ഒരു മുഅ്മിനിൻ്റെ പരലോകം എന്നുള്ള വിഷയത്തിലുള്ള നിലപാട് എന്ന് പഠിപ്പിക്കുകയുണ്ടായി. ആ പരലോക വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് വിശ്വസിക്കാൻ പറഞ്ഞിട്ടുള്ള സംഗതിയാണ് മനുഷ്യൻ്റെ ഖബറും, അതേപോലെ തന്നെ ഖബർ ജീവിതവും, ഖബറിലെ ചോദ്യം ചെയ്യപ്പെടലും, ഒന്നില്ലെങ്കിൽ ഖബറിൽ സുന്ദരമായ ജീവിതമാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ പ്രയാസകരമായ ജീവിതമാണ് ഉണ്ടാവുക എന്നുള്ളതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ സൃഷ്ടിപ്പും അതേപോലെ തന്നെ അവൻ്റെ പോക്കും, പരലോകത്തേക്കുള്ള പോക്കും എല്ലാം സൂചിപ്പിച്ച കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി, സുമ്മ അമാതഹു ഫഅഖ്ബറ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മരിപ്പിക്കുന്നു. അതേപോലെ തന്നെ എന്നിട്ട് അവൻ ഖബറിൽ ആക്കപ്പെടുന്നു. ഫഅഖ്ബറഹു, ഖബറിലേക്ക് അവന് വെക്കപ്പെടുന്നു, ഖബറിലേക്ക് ആക്കപ്പെടുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ ആളുകളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അവിശ്വാസികളുടെ അവസ്ഥ പറയുകയാണ്. ഹത്താ ഇദാ ജാഅ അഹദുഹുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ, അഥവാ അവർക്ക് മരണം ആസന്നമാകുന്ന സമയത്ത് അവർ പറയുകയാണ്, പടച്ച റബ്ബേ കുറച്ചുകൂടി സമയം കൊണ്ടാ, റബ്ബേ കുറച്ചുകൂടി സമയം കൊണ്ടാ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടുള്ള അമൽ സാലിഹാത്തുകളെല്ലാം, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടുള്ള അമൽ സാലിഹാത്തുകളെല്ലാം പടച്ച റബ്ബേ ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പടച്ച റബ്ബിനോട് കെഞ്ചുന്ന കാഫിറിന്റെ, മുനാഫിക്കിന്റെ അവസ്ഥ, അവസരം പാഴാക്കിയ മനുഷ്യന്റെ അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, കല്ലാ, അങ്ങനെയല്ല, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അതൊരു വെറും വർത്തമാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആയുസ് നൽകിയിട്ട് എന്നിട്ട് അവസാനം മരണമണി മുഴങ്ങിയ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവൻ സമയം ചോദിക്കുന്നു. അതൊരു വെറും വർത്തമാനമാണ്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, അവരുടെ പുനരുദ്ധാരണ ദിവസം വരെ അവർ ഒരു ബർസഖിലായിരിക്കും, അഥവാ ഒരു മറക്ക് പിന്നിലായിരിക്കും. ആ ബർസഖാണ് സഹോദരന്മാരെ മറ എന്നുള്ളത്. ഈ ബർസഖാണ്, ഈ മറയാണ് ഖബർ എന്നുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു മനുഷ്യനും ഈ ഖബറുണ്ട്.
ഒരു ഫ്ലൈറ്റ് തകർന്ന് തരിപ്പണമായി, എന്നിട്ട് അതിലുള്ള ആളുകളെല്ലാം ചാരമായി, ഒന്നുപോലും ചാരം പോലും കിട്ടാത്ത അവസ്ഥയാണെങ്കിലും അത് വായുവിൽ അത് ധൂളിയാക്കപ്പെട്ട് ഇല്ലാതെ ഒന്നും കാണാത്ത ഒരു പൊടി പോലും കിട്ടാനില്ലെങ്കിലും അവർക്കും എന്തുണ്ട്? അവർക്കും ഖബറുണ്ട്. ഒരു കപ്പല് തകർന്ന് മത്സ്യത്തിന്റെ വയറ്റിൽപ്പെട്ട് ആ മത്സ്യത്തിന്റെ ഉള്ളിലായ ആൾക്ക് അങ്ങനെ അത് ദ്രവിച്ച് ഒന്നുമല്ലാതായി പോകുന്ന മനുഷ്യന് ഒന്നും കിട്ടാനില്ല, അയാൾക്കും ഖബറുണ്ട്. അഥവാ അയാൾക്കും ബർസഖുണ്ട് എന്നർത്ഥം. അയാൾക്ക് ചോദ്യമുണ്ട്, അയാളോട് ചോദ്യങ്ങൾ ചോദിക്കപ്പെടുന്നു. അയാൾ നല്ല മനുഷ്യനാണെങ്കിൽ അയാൾക്ക് സ്വർഗീയ അനുഭൂതികളുണ്ട്, ചീത്ത വ്യക്തിയാണെങ്കിൽ നരകീയ അനുഭൂതികളുമുണ്ട് എന്ന് നമുക്ക് ഈ ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ്. അപ്പൊ ഏത് നിലക്കാണ് ജീവിച്ചിട്ടുണ്ടോ അയാൾ മരിക്കും, മരിച്ചിട്ടുണ്ടോ അയാൾക്ക് ഖബറുണ്ട്. ഈ ബർസഖിൽ എല്ലാ ആളുകളും എത്തുമെന്ന് നമുക്ക് ദീനുൽ ഇസ്ലാം വിശദീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പണ്ഡിതന്മാരെ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇന്ന് ലോകത്ത് കോടാനുകോടി ഖബറുകളുണ്ട്, ധാരാളക്കണക്കിന് മക്ബറകൾ. ഈ മക്ബറകളിൽ രണ്ട് അവസ്ഥകളേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഈ കോടാനുകോടി മക്ബറകളിൽ ഒന്ന് സ്വർഗപ്പൂന്തോപ്പുകളാണ്. നമ്മുടെയൊക്കെ ചുടലക്കളങ്ങളിലും അതേപോലെ തന്നെ ശ്മശാനങ്ങളിലും പള്ളിക്കാടുകളിലുമെല്ലാം ഉള്ള ഖബറുകളിൽ അതിൽ ഒന്നെന്താണ്? ഒന്ന് സ്വർഗപ്പൂന്തോപ്പുകളാണ്. അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഹുഫ്റത്തും മിൻ ഹുഫറിൻ നീറാൻ, നരകക്കുഴികളാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ഖബർ എങ്ങനെയായിരിക്കണം എന്നുള്ളത്, അതിനുവേണ്ടി ഏറ്റവും നല്ല ഖബറാകാൻ വേണ്ടി, സ്വർഗപ്പൂന്തോപ്പുകളാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്, അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തുകളും ഹദീസുകളും ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സഹോദരന്മാരെ, ജീവിതം നന്നായാൽ മരണം നന്നായി, മരണം നന്നായിട്ടുണ്ടെങ്കിൽ അയാളുടെ ഖബർ നന്നായി, ഖബർ നന്നായിട്ടുണ്ടെങ്കിൽ അതേ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ്, സഹാബത്ത് പഠിപ്പിക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി തരികയാണ്, ഖബർ നന്നായാൽ പിന്നെ അങ്ങോട്ടുള്ള എല്ലാ ജീവിതവും നന്നായി. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖബർ കാണുമ്പോൾ കരയുന്നു, പൊട്ടി പൊട്ടി കരയുന്നു. ഹദീസിൽ കാണാം എങ്ങനെയാണ്, ഹത്താ തുബല്ല ലിഹ്യതുഹു, അദ്ദേഹത്തിന്റെ താടി രോമങ്ങൾ നനഞ്ഞു കുതിരുമാറ് അദ്ദേഹം കരയുന്നു. ഈ സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, തുദ്കറുൽ ജന്നത വന്നാറ ഫലാ തബ്കി, അല്ലയോ ഉസ്മാൻ, നരകത്തെക്കുറിച്ച് പറയുമ്പോൾ അതേപോലെ തന്നെ സ്വർഗത്തെക്കുറിച്ച് പറയുന്നതൊക്കെ താങ്കൾ കേൾക്കാറുണ്ട്, ഇത്രയധികം താങ്കൾ ഇത്രയധികം നിങ്ങൾ കരയാറില്ലല്ലോ, നിങ്ങൾ ഇത്രയധികം ഉറ്റാലോചിച്ച് പൊട്ടിക്കരയാറില്ലല്ലോ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും കേൾക്കുമ്പോൾ, പിന്നെന്താണ് ഖബറിനെ കാണുമ്പോൾ, ഖബർ കാണുമ്പോൾ ഇത്രയധികം കരയാനുള്ള കാരണം എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നൽ ഖബറ അവ്വലു മനാസിലിൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള ഫസ്റ്റ് ചവിട്ടുപടിയാണ്, ഒന്നാമത്തെ വീടാണ് ഖബർ. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, ഫഇന്നജാ മിൻഹു ഫമാ ബഅദഹു ഐസർ, ഈ ഖബർ ജീവിതത്തിൽ ഖബറിൽ ആരെങ്കിലും രക്ഷപ്പെട്ടാൽ, ആ ഖബറിൽ ആരെങ്കിലും രക്ഷപ്പെട്ടാൽ അതിനുശേഷമുള്ള അങ്ങോട്ടുള്ള ജീവിതം സന്തോഷകരമാണ്, ആനന്ദകരമാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നത് ഞാൻ കേൾക്കുന്നു, വഇല്ലം യൻജു മിൻഹു, അതിൽ നിന്നും ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ഫമാ ബഅദഹു അശദ്ദു മിൻഹു, അങ്ങോട്ടുള്ള ജീവിതം മഹാ അപകടകരമാണ്, ഏറെ കഠിനമാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി പറയുന്നു, വമാ റഅയ്തു മൻദറൻ ഖത്തു ഇല്ലാ വൽ ഖബ്ർ അഫ്ളഹു മിൻഹു, ഖബറിനേക്കാൾ ഭീതിജനകമായ ഒരു കാഴ്ചയും ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുകയാണ്, ഐ മാ റഅയ്തു മൻദറൻ വദു ഹൗലിൻ വഫദാഅ, അഥവാ ഒരുപാട് ഭീകരമായ അവസ്ഥകൾ കണ്ടിട്ടുണ്ട്. അതാരായി പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭീകരമായ ഒരുപാട് പരലോകത്തിന്റെ അവസ്ഥകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഖബറിനേക്കാൾ ഭീകരമായത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം ഭീകരമാണ്. നരകത്തിലേക്കാളേറെ പ്രയാസം എന്നല്ല, പക്ഷേ ഏറെ ഭീകരമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് പണ്ഡിതന്മാർ നമുക്ക് സൂചിപ്പിച്ചു തരികയാണ്. അതേ സഹോദരന്മാരെ, ഏറെ ഭീകരതയുടെയും പേടിപ്പെടുത്തലിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും ലോകമാണ് സഹോദരന്മാരെ ആ ഇരുട്ടിൻ്റെ മണ്ണറ. നമ്മളിപ്പോൾ താമസിക്കുന്ന വീടുണ്ടല്ലോ, അതല്ല നമുക്ക് കിടക്കാനുള്ളത്. നമ്മളേറെ പ്രാധാന്യത്തോടുകൂടി സംരക്ഷിച്ചു പോരുന്ന നമ്മുടെ ഇഷ്ടഭവനം, ആ ഭവനത്തിൽ നിന്നും നമ്മൾ പുറത്തു പോകേണ്ടതുണ്ട്. നമ്മുടെ സിറ്റ് ഔട്ടിൽ നിന്നും നമ്മുടെ മൃതദേഹം കൊണ്ടുപോയി വെച്ച് ആരോ ഒരു കാരണം അവർ ചോദിക്കും, ഇനി ആരെങ്കിലും കാണാനുണ്ടോ?
ഇനി ആരെങ്കിലും കാണാനുണ്ടോ എന്ന് നമ്മുടെ സിറ്റ് ഔട്ടിൽ നിന്നും, എന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇന്റർലോക്കിൽ നിന്നും, നമ്മുടെ മുറ്റത്തിൽ നിന്നും നമ്മുടെ മയ്യത്ത് എടുത്തു കൊണ്ടുപോയി കൊണ്ടുവെക്കുന്ന ആ കബറിടമുണ്ടല്ലോ, അതാണ് നമ്മുടെ വീട്. ആ വീട് നന്നാകണം പ്രിയപ്പെട്ടവരെ. ഭീകരതയുടെ, കാഫിറിനെ സംബന്ധിച്ചിടത്തോളം, മുനാഫിക്കിനെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ തന്നെ നിഷേധിയെ സംബന്ധിച്ചിടത്തോളം ഭീകരതയുടെയും പേടിപ്പെടുത്തലിൻ്റെയും ഏറെ ഭീകരമായ ഒരു അവസ്ഥയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. അതാണ് സഹോദരന്മാരെ തഴവ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ അദ്ദേഹം പറയുകയുണ്ടായി, ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം നീ ഞെട്ടേണ്ടതാ, ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ട് നീ കരയേണ്ടതാ, മേടക്ക് പകരം മാളമാ സുബ്ഹാന, നല്ല മണിമേളക്ക് പകരം മാളമാണ് സുബ്ഹാനല്ലാ, റബ്ബി അതിൽ കിടക്കേണ്ടതാ അസ്മാന. കാലങ്ങളോളം എത്ര കാലങ്ങളാണ് നമുക്കറിയില്ല, എത്ര കാലമാണ് അതിൽ കിടക്കാനുള്ളത് നമുക്കറിയില്ല. അപ്പോൾ കിടത്തം സുന്ദരമാകണം, സുഖകരമായിരിക്കണം. നരകക്കുഴിയിൽ കിടക്കാൻ മുഅ്മിനേ നിനക്ക് സാധ്യമല്ല. സമ്പാദ്യം മുതലിൽ നിന്ന് 3 അക്ഫാന, എത്ര സമ്പാദിച്ചാലും, എത്ര ഉണ്ടാക്കിയാലും, എത്ര പൊന്നും പണവും ഉണ്ടെങ്കിലും 3 കഫൻ തുണിയാണ് മാത്രമാണ് കൊണ്ടുപോകുന്നത്, അല്ലേ? മറ്റൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ. അത് മാത്രമല്ല, അതിലിപ്പോഴും വഹദാന, പിന്നെ എന്താണ്? ഒറ്റക്കാണ്, ആരുമില്ല, പ്രിയപ്പെട്ട ഭാര്യയില്ല, ഭർത്താവില്ല, മക്കളില്ല. നമ്മളെ തോന്നിവാസങ്ങളിലേക്കും വൃത്തികേടുകളിലേക്കും കൊണ്ടുപോയ നമ്മുടെ കൂട്ടുകാരന്മാരില്ല, നമ്മളെ സഹായിക്കാനില്ല. അവന് പറഞ്ഞത് കേട്ട്, ഭാര്യ പറയുന്നത് കേട്ട്, ഭർത്താവ് പറയുന്നത് കേട്ട് ദീൻ അഡ്ജസ്റ്റ് ചെയ്ത് വൃത്തികേടുകളിലേക്കും തോന്നിവാസങ്ങളിലേക്കും പടച്ചറബിന് പൊരുത്തമില്ലാത്ത ജീവിതം നയിച്ച ആളുകൾ അല്ലേ? കാലാകാലം കിടക്കേണ്ടതാണ്. എത്ര കാലമാണ് കിടക്കാനുള്ളത്? അതുകൊണ്ട് വഹ്ദത്താണ്, ഒറ്റക്കാണല്ലോ എന്ന് തഴവ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ അദ്ദേഹം ഖബറിനെ കുറിച്ച് വർണ്ണിക്കണം, അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരിക്കൽ മിമ്പറിൽ കയറി റസൂലുള്ളാഹ്, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫദകറ ഫിത്നതൽ ഖബരി, ഖബറിന്റെ ഭീകരത റസൂൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലദീ യുഫ്തനു ഫീഹൽ മർഉ, ഒരു മനുഷ്യൻ, അത് മുഅ്മിനാകട്ടെ കാഫിറാകട്ടെ, വലിയ ഫിത്നകളാണ്, വലിയ പരീക്ഷണങ്ങളാണ്, അതിന്റെ ഇടക്കം എല്ലാവർക്കുമുണ്ട്. ഇത് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ആരാണവർ? അല്ലാഹ് തൃപ്തിപ്പെട്ടവരാണവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടവരാണവർ. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങോട്ടും അങ്ങോട്ടുമൊക്കെ തൃപ്തിപ്പെട്ട ആളുകളാണവർ. എന്നിട്ട് സഹാബത്ത് പറയുകയാണ്, ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി പറയാണ്, വജ്ജൽ മുസ്ലിമൂന വജ്ജാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിനെ കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ മുസ്ലിമീങ്ങളായ സഹാബത്ത്, മുഅ്മിനീങ്ങളായ ആയിട്ടുള്ള നമ്മുടെ നേതാക്കന്മാർ ആർത്തട്ടഹസിച്ച് കരയുകയാണ്, അവർ ആർത്ത് കരയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണം കേട്ടപ്പോ. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഖബർ നമുക്ക് സ്വർഗപ്പൂന്തോപ്പാകണം. നമ്മൾ കിടക്കുന്ന നമ്മളെ പ്രിയപ്പെട്ട ഭവനം, ആ ഖബർ എന്ന ഭവനം അതെന്തായിരിക്കണം? അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ജീവിതം നയിച്ച് അവിടെ ഏറ്റവും നല്ല സുന്ദരമായ ഖബറാക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ. നോക്ക് നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ മവാഇദുസ് സഹാബ, സഹാബത്തിന്റെ സതുപദേശങ്ങൾ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ നമ്മുടെ നേതാവായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അസർ കാണാം. അദ്ദേഹം പള്ളിക്കാട്ടിലേക്ക്, മുസ്ലിമീങ്ങളുടെ പള്ളിക്കാട്ടിലേക്ക്, ശ്മശാനത്തിലേക്ക് പോയി. എന്നിട്ട് അദ്ദേഹം വിളിച്ചു, യാ അഹ്ലൽ ഖുബൂർ, ഖബറാളികളെ. അദ്ദേഹം വിളിക്കുകയാണ്, ആരുമില്ല, പള്ളിക്കാട്ടിലേക്ക് ചെന്നതാണ്. അദ്ദേഹത്തിന്റെ കൂട്ടുകാരന്മാരായ സഹാബികളായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. എന്നിട്ട് ഖബറാളികളെ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്, ഫഹദ്ദിസൂന അൻകും യാ അഹ്ലൽ ഖുബൂർ, ഖബറാളികളെ, നിങ്ങളെ വർത്തമാനങ്ങളൊക്കെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരി. എന്താ നിങ്ങളെ കഥകൾ? എന്താണ് ബർസഖ് ലോകത്തെ കഥകൾ? മറുപടി കിട്ടാനാണോ? മറുപടി കിട്ടാനല്ല, തൻ്റെ കൂട്ടുകാരെ ലോകത്തെ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അത്. പിന്നീട് നമുക്ക് മനസ്സിലായി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, യാ അഹ്ലൽ ഖുബൂർ, നിങ്ങൾ സംസാരിക്കൂല, എനിക്കറിയാം, നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയില്ല, നിങ്ങൾ നിങ്ങളുടെ വാർത്തകളൊന്നും പറഞ്ഞു തരുന്നില്ല. പക്ഷേ ഞങ്ങളുടെ വാർത്തകൾ, നിങ്ങൾ പോയതിനു ശേഷം, നിങ്ങളുടെ കണ്ണടഞ്ഞതിന് ശേഷം ഞങ്ങളുടെ വാർത്തകൾ, ഭൂമിക്ക് മുകളിലുള്ളവരുടെ വാർത്തകൾ ഞങ്ങൾ പറയാം. എന്താണ്? ഇന്ന ബുയൂതകും ഖദ് സുകിനത, നിങ്ങളുടെ വീടുകളിലൊക്കെ പുതിയ ആളുകൾ വന്നു. കഷ്ടപ്പെട്ട് ഒരായുസ് മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ വീട്, അതിൽ പുതിയ ആളുകൾ വന്ന് പുതിയ പാർക്കാൻ ആളെത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ
നിങ്ങളുടെ സമ്പത്തൊക്കെ കഷ്ടപ്പെട്ട് ഏറെ പണിപ്പെട്ട് രാവും പകലുമില്ലാതെ അല്ലേ വിശ്രമമില്ലാതെ ഉണ്ടാക്കിയതെല്ലാം അതെല്ലാം വിഭജിക്കപ്പെട്ട് കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ ഭാര്യമാരൊക്കെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ നിന്റെ മാണിക്കക്കല്ല് എന്ന് വിചാരിച്ചായിരുന്നില്ലേ അല്ലേ, ആ ഭാര്യമാരൊക്കെ ഇപ്പൊ വേറെ ആൾക്കാർ കല്യാണം കഴിഞ്ഞ് കൊണ്ടുപോയിട്ടുണ്ട് അല്ലേ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വേറെ ഏതോ ഒരു മനുഷ്യന്റെ കൂടെ അയാളുടെ ബൈക്കിന്റെ പിൻസീറ്റിൽ അയാളുടെ ഒട്ടിച്ചാരിയിരിക്കുന്നു. അയാളുടെ പ്രിയപ്പെട്ട ഭാര്യയായി കഴിഞ്ഞു. ആരാണവൾ? താങ്കളുടെ മാണിക്കക്കല്ലായിരുന്നു അല്ലേ. പക്ഷേ മാറിപ്പോയി അല്ലേ. അദ്ദേഹം പുരുഷന്മാരെ വിളിച്ചു പറയണം. എന്നിട്ട് മറ്റൊരു അസറിൽ കാണാം, അദ്ദേഹം സ്ത്രീകളെ വിളിക്കുന്നു, സ്ത്രീകളെ നിങ്ങളുടെ പുരുഷന്മാരൊക്കെ വേറെ കല്യാണം കഴിച്ചു. നിങ്ങളുടെ ഇഷ്ടഭവനമായിരുന്ന നിങ്ങൾ പറഞ്ഞ എലവേഷനിലും അതേപോലെ തന്നെ പ്ലാനിലും ഉണ്ടാക്കപ്പെട്ട പ്രിയപ്പെട്ട ഭർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തന്ന ഭവനങ്ങളുണ്ടല്ലോ, അവിടെ വേറെ രാജകുമാരികൾ കയറിയിട്ടുണ്ട്. ആ ഭർത്താവിന്റെ ഭാര്യ കയറിയിട്ടുണ്ട്. നിങ്ങൾ ഒഴിവാക്കി ഒരു വേറെ കല്യാണം കഴിച്ചു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, കൂട്ടുകാർക്ക് വേണ്ടി മതത്തെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളുകൾ എന്തിപ്പോ ഇങ്ങനെ ആയത്? കല്യാണത്തിന്റെ ശേഷം ഇങ്ങനെ ആയത്? അയാൾക്ക് അതൊന്നും ഇഷ്ടമല്ല. പർദ്ദയും മഫ്തയിട്ട് നടക്കുന്നത് ഇഷ്ടമല്ല. അയാൾ കുറച്ച് ഫാഷനാ ഇഷ്ടം. എന്താ പിന്നെ അയാളെ ഇഷ്ടത്തിനനുസരിച്ചായിക്കോട്ടെ, അയാൾ ഖബറിലുണ്ടാവൂല. ആർക്ക് വേണ്ടിയും ദീൻ അഡ്ജസ്റ്റ് ചെയ്യണ്ട. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഖബറിന്റെ നിലപാടായിരിക്കണം, എന്റെ ഖബറിൽ ഞാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിലെ ചോദ്യത്തെ കുറിച്ച് പറഞ്ഞു, അതേ ഇദാ കുബിറൽ മയ്യിതു അതാഹു മലകാനി അസ്ഫദാനി അസ്റഖാൻ. ഒരാള് മറമാടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് 2 മലക്കുകൾ വരുന്നു. അസ്ഫദാനി അസ്റഖാനി, നീലവർണ്ണത്തിലുള്ള, അതേപോലെ തന്നെ അല്ലെങ്കിൽ കറുപ്പ് വർണ്ണത്തിലുള്ള ആ മലക്കുകളുടെ പേരായിക്കൊണ്ട് ഹദീസിൽ കാണാൻ അൽ മുൻകർ വൻ നകീറു. എന്നിട്ട് ചോദിക്കുന്നു, ഖബറിലെ ചോദ്യം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ആ സമയത്തെല്ലാം മുഅ്മിനായ മനുഷ്യൻ മറുപടി പറയുന്നുണ്ട്. അതേ, ആരാണ് പ്രവാചകൻ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ പ്രവാചകനെ വിശ്വസിച്ചതും ആ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന ആ പാതയിലൂടെ, ആ മനഹജിലൂടെ ജീവിച്ച ആളുകൾ, അവർ നന്നായിട്ട് മറുപടി പറയുന്നു. ഖദ് കുന്നാ നഅലമു അന്നക തഖൂലു ഹാദാ, ഇതിനീ നല്ല മറുപടി പറയുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. സുമ്മ യുഫ്സഹു ലഹു ഫീ ഖബരിഹി 70 ദിറാൻ ഫീ 70. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ മുഅ്മിനായ മനുഷ്യന്റെ ഖബറുണ്ടല്ലോ 70 ദിറാൻ, അതേ 700 മുഴം, അത് നീളവും വീതിയും അത്രയധികം വിശാലമാക്കപ്പെട്ട ഖബറായി മാറുന്നു. അത്രയധികം വിശാലമാക്കപ്പെട്ട ഖബറായി മാറുന്നു. എന്നിട്ട് ഈ മനുഷ്യൻ പറയുന്നുണ്ട്, ഫയഖൂലു, എന്നിട്ട് ഈ മലക്കുകൾ പറയുന്നു, അയാൾ അവർക്കുള്ള സന്തോഷ വാർത്തക്ക് അറിയിക്കുന്നു. സുമ്മ യുനവ്വിറു ലഹു ഫീഹി, ആ ഖബർ പ്രകാശപൂരിതമാകുന്നു. എന്നിട്ട് മലക്കുകൾ പറയുന്നു, നം, ഉറങ്ങിക്കോ, സന്തോഷത്തോടുകൂടി ഉറങ്ങിക്കോ, പുയ്യാപ്പിള ഉറങ്ങണ പോലെ ഉറങ്ങിക്കോ, അഥവാ സന്തോഷത്തിന്റെ ഉറക്കം ഉറങ്ങിക്കോ. ഇനി ഖിയാമത്ത് നാളിന്റെ സമയത്ത് വിളിക്കും, ഇനി സന്തോഷമാണ്, സ്വർഗമാണ്, സ്വർഗ പൂങ്കാവനത്തിൽ ഉറങ്ങിക്കോ എന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ പറയും, അർജു ഇലാ അഹ്ലി ഫഉഖ്ബിറുഹും, പടച്ചവനോടൊന്ന് പറയും, ഞാൻ എൻ്റെ കുടുംബത്തിലേക്ക് ഒന്നുകൂടി മടങ്ങട്ടെ, ഞാൻ എൻ്റെ വീട്ടുകാരിലേക്ക്, എൻ്റെ ഭാര്യയിലേക്ക്, എൻ്റെ മക്കളിലേക്ക്, എൻ്റെ ഭർത്താവിലേക്ക് ഞാനൊന്ന് മടങ്ങട്ടെ. എന്തിനാ മടങ്ങുന്നത്? പണ്ഡിതന്മാർ പറയുകയാണ്, എനിക്ക് കിട്ടിയിട്ടുള്ള ഈ നിയമത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ആദരിച്ചത്, ഇക്കോലത്തിലെല്ലാം ജീവിച്ചാൽ സന്തോഷകരമായ ഖബർ ജീവിതമുണ്ട്, അത് ഞാൻ ആനന്ദിക്കുകയാണ് എന്ന് എൻ്റെ കുടുംബത്തോട് ഞാനൊന്ന് പറയട്ടെ എന്ന് ഈ മനുഷ്യൻ പറയുകയാണ്. ഈ സമയത്ത് മലക്കുകൾ പറയാണ്, ഫയഖൂലാനിനം, ഉറങ്ങിക്കോ, ഇപ്പം അത് പറയാൻ പറ്റൂല, ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ചു കൊണ്ട് പോകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാഫിറായ മനുഷ്യനോട് ചോദ്യമുണ്ട്, അദ്ദേഹത്തിന് മറുപടിയില്ല, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതേ, ഖദ് കുന്നാ നഅലമു അന്നക തഖൂലു ദാലിക, അയാൾ എന്താ പറയുന്നത്? ലാ അദ്രി, എനിക്കറിയില്ല. ചോദ്യത്തിനൊന്നും മറുപടിയില്ല. മലക്കളുടെ വർത്തമാനം എന്താ? നീ ഇതൊക്കെ പറയുമെന്ന് ഞങ്ങൾക്കറിയാം, നിനക്ക് മറുപടിയില്ല എന്നറിയാം, നിനക്ക് മറുപടിയില്ല എന്ന് ഞങ്ങൾക്കറിയാം എന്ന് മലക്കുകൾ പറയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫയുഖാലിൽ അർളി ഇൽതഇമി അലൈഹി, ഭൂമിയോട് പറയപ്പെടും, അഥവാ ഖബറിനെ ചുരുക്കാൻ. എന്നിട്ട് ചുരുക്കി അദ്ദേഹത്തെ അങ്ങോട്ട് അടിച്ച് പരത്തുന്ന അവസ്ഥയിൽ, ഭീകരമായ അവസ്ഥയിലേക്ക് അദ്ദേഹം മാറ്റപ്പെടും. വീണ്ടും അതങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഖബർ വിശാലമാകുന്നു, വീണ്ടും അദ്ദേഹം അമർത്തപ്പെടുന്നു, വീണ്ടും വിശാലമാകുന്നു. ഇങ്ങനെയുള്ള ഭീകരമായ അവസ്ഥയാണ് അദ്ദേഹത്തിന് ഖിയാമത്ത് നാൾ വരെ എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. സഹോദരന്മാരെ, നല്ല മനുഷ്യന്റെ ഖബറിലേക്ക് ഈ ചോദ്യങ്ങൾക്ക് ശേഷം അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അദ്ദേഹം മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ
അദ്ദേഹം ചോദ്യത്തിനെല്ലാം മറുപടി പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോട് പറയും, അദ്ദേഹത്തോട് അവസാനമായൊരു ചോദ്യമുണ്ട്. എന്താണ്? മാ ഇൽമുക, നിന്റെ അറിവെന്താണ്? റസൂലുള്ളാഹിയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, അള്ളാഹിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അവസാനമായൊരു ചോദ്യമുണ്ട്, മാ ഇൽമുക, നിന്റെ അറിവെന്താണ്? വാട്ട് ഈസ് യുവർ നോളജ്? എന്താണ് നിന്റെ അറിവ്? പറയൂ. ഈ സമയത്ത് മനുഷ്യൻ പറയും, ഖറൗതു കിതാബല്ലാഹ്, ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥം വായിച്ചു, ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥം വായിച്ചു. എന്നിട്ടോ ആമൻതു ബിഹി വസദ്ദഖതു, വിശുദ്ധ ഖുർആൻ വായിച്ചു, അത് വിശ്വസിച്ചു, അത് പഠിച്ചു, അത് ജീവിതത്തിൽ കൊണ്ടു നടന്നു. വസദ്ദഖതു, അത് ഞാൻ സത്യപ്പെടുത്തി. എൻ്റെ ജീവിതം അതേ വിശുദ്ധ ഖുർആനിന്റെ പാതയിലായിരുന്നു എന്ന് മനുഷ്യൻ മറുപടി പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അതേ അൻസദഖ അബ്ദി, എൻ്റെ അടിമ ഇതാ സത്യം പറഞ്ഞിരിക്കുന്നു. ഫഅഫ്രിശൂഹു മിനൽ ജന്ന വഅൽബിസൂഹു മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഉടയാടകൾ അദ്ദേഹത്തിന് കൊടുക്കൂ, സ്വർഗ്ഗത്തിൽ നിന്നുള്ള വിരിപ്പുകൾ കൊടുക്കൂ. അതേപോലെ തന്നെ വഫ്തഹു ലഹു ബാബൻ ഇലൽ ജന്ന. അല്ലേ? മറുപടി കിട്ടിക്കഴിഞ്ഞാൽ, മുഅ്മിനായ മനുഷ്യന്റെ അടുക്കൽ നിന്നും മറുപടി കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് സ്വർഗ്ഗത്തിൽ നിന്നുള്ള വിരിപ്പുകളാണ്, അയാൾക്ക് സ്വർഗ്ഗത്തിൽ നിന്നുള്ള ഉടയാടകളാണ്, അയാൾക്ക് സ്വർഗ്ഗത്തിലേക്ക് അയാളുടെ ഖബറിൽ നിന്നൊരു വാതിൽ തുറന്നു കൊടുക്കപ്പെടുന്നു എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് സുന്ദരനായ ഒരു മനുഷ്യൻ കടന്നു വരുന്നു. നീ ആരാണ്? എന്ത് ഭംഗിയുണ്ട് നിന്നെ കാണാൻ, എന്തൊരു ചന്തമാണ്, അതേപോലെ തന്നെ എന്തൊരു വാസനയാണ്, അത്ര നല്ല അത്തർ പൂശി സുന്ദരനായൊരു മനുഷ്യൻ വരുമ്പോ ഈ മനുഷ്യനോട് ചോദിക്കപ്പെടുന്ന സമയത്ത് ആ മനുഷ്യൻ രൂപം പറയുന്നു, അന അമലുക സാലിഹ്, നീ ചെയ്ത സൽക്കർമ്മങ്ങളാണ് ഞാൻ. അല്ലേ? കാഫിറായ മനുഷ്യന് നേരെ തിരിച്ചും അനുഭവമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ഖബർ നന്നാകണം, നമ്മുടെ ഖബർ നന്നാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ മുഅ്മിനീങ്ങൾക്കുള്ള സ്വർഗീയ അനുഭൂതികളായിരിക്കണം എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ നമുക്കുണ്ടായിരിക്കേണ്ടത്. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. ഖബർ ശിക്ഷയ്ക്ക് കാരണമായിട്ടുള്ള കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി. ഒന്നാമതായി റസൂലുള്ളാഹി പറഞ്ഞു, അതിൽ ഒരു കാര്യം പറഞ്ഞു, ഖുർആൻ പഠിച്ചിട്ടും ജീവിതത്തിൽ പകർത്താത്ത ആളുകൾ, ഖുർആൻ പഠിച്ചിട്ടും ജീവിതത്തിൽ പകർത്താത്ത ആളുകൾ, അതേപോലെ തന്നെ അയാൾക്കുള്ള ശിക്ഷയും. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫർള് നമസ്കാര സമയത്ത് കിടന്നുറങ്ങുന്ന ആളുകൾ അല്ലാഹ് വെറുതെ വിടൂല. അല്ലാഹ് ഇബാദത്തിന് വേണ്ടി സൃഷ്ടിച്ചതായ എന്നെയും നിങ്ങളെയും, എന്നിട്ട് 5 വക്ത് നിസ്കരിക്കാൻ പോലും സൗകര്യമില്ല. ഫർദ് നമസ്കാരത്തിന്റെ സമയത്ത് കിടന്നിറങ്ങുന്ന ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അമ്മർ റജുലുൽ അവ്വൽ അല്ലദീ അതൈത അലൈഹി യുസ്ലഖു റഅസുഹു ബിൽ ഹജർ. ഒരു മനുഷ്യന്റെ അടുക്കൽ വലിയൊരു പാറക്കല്ലുണ്ട്. ഈ പാറക്കല്ല് ഉള്ള മനുഷ്യന്റെ അടുക്കൽ ഈ അക്രമിയായ നമസ്കാരം തെറ്റിച്ച, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിനോട് നിലപാട് എടുക്കാത്ത മനുഷ്യൻ അയാളുടെ അടുക്കൽ കിടക്കുകയാണ്. എന്നിട്ട് പാറക്കല്ല എടുത്തിട്ട് അയാളുടെ തല ഇങ്ങനെ ഇടിച്ച് ചതക്കാണ്, എറിഞ്ഞിട്ട് ചതക്കുന്നു. എവിടെയാണിത്? ബർസഖിലാണിത്, ഇത് ബർസഖിലാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ചതച്ച് കഴിഞ്ഞതിന് ശേഷം അയാൾ അതിന്റെ വേദന, അതിന്റെ മൂർത്തമായ വേദന അനുഭവിക്കുന്നു. അത് കഴിഞ്ഞാൽ അയാളെ തല പഴയ പോലെ ആകുന്നു. പഴയ പോലെ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ നിൽക്കുന്ന ആളുടെ കയ്യിൽ വീണ്ടും കല്ല് വരുന്നു, വീണ്ടും ചതക്കുന്നു. ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, പലിശ തിന്നുന്ന ആളുകൾ ഇന്നത്തെ കാലത്ത് ഏറെ ലാഘവത്തോടു കൂടി അല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ യുദ്ധത്തിന് തയ്യാറായിക്കോ എന്നാ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അള്ളാഹിനോട് യുദ്ധം. പലിശ വാങ്ങുന്ന ആളുകൾ, പലിശ കൊടുക്കുന്ന ആളുകൾ അല്ലേ, വീടെടുക്കാൻ ലോൺ എടുക്കുന്നു, വീട് വെക്കാൻ വേണ്ടി, നിസ്സാര കാര്യങ്ങൾക്ക് വാഹനം വാങ്ങിക്കുന്ന നിസ്സാര കാര്യങ്ങൾ ലോൺ എടുക്കുന്ന ആളുകൾ. പക്ഷേ അള്ളാഹുവിന്റെ ദീൻ മഹാപാപങ്ങളിൽ എണ്ണി അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ വിട്ടിട്ടില്ല. ഇല്ലേ? എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? അമ്മർ റജുലുല്ലദീ അതൈത അലൈഹി യസ്ബു ഫിന്നഹർ. അതാ ഒരു ചോര നിറത്തിലുള്ള, അല്ലെങ്കിൽ ചില പണ്ഡിതന്മാര് പറഞ്ഞു ഒരു ചോര തന്നെയാണത്. അങ്ങനെ ഒരു പുഴയിൽ ഒരു മനുഷ്യനെ നീന്താണ്, നീന്തി 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 അയാൾ കുഴഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒന്ന് കര പറ്റാൻ ശ്രമിക്കുകയാണ്. അയാൾ ആ വെള്ളം കുടിക്കുന്നു, പ്രയാസപ്പെടുന്നു. എന്നിട്ട് അയാൾ കര പറ്റാൻ ശ്രമിക്കുന്ന സമയത്ത് കരയിൽ മറ്റൊരുത്തനുണ്ട്. ഇയാളെ എറിഞ്ഞോടിക്കാണ്. വീണ്ടും പുഴയുടെ മധ്യത്തിലേക്ക് തന്നെ എറിഞ്ഞോടിക്കുന്നു. ആ എറിയുന്ന സമയത്ത് അയാൾ അതിങ്ങനെ വിഴുങ്ങുന്നുണ്ട്, കല്ല് വിഴുങ്ങുന്നുണ്ട്. എന്നിട്ട് ഭീകരമായ ഒരു അവസ്ഥ ഇത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കോട് ചോദിച്ചു, ആരാണിത്? എന്തൊരു ഭീകരമായ അവസ്ഥയാണ്. ആക്കിലൊരു റിബ, പലിശ എന്നുന്ന ആൾക്കാരാണ്, പലിശയുടെ ആൾക്കാരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അതേപോലെ തന്നെ വ്യഭിചാരത്തിന്റെ ആളുകൾ,
വൃത്തികേടിന്റെ ആളുകൾ, ആഭാസത്തിന്റെ ആളുകൾ ഇല്ലേ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഖബർ ജീവിതം കണ്ടു. എങ്ങനെയാണ്? അവർ ചൂളയിലാണ്, ഒരു തരം ചൂള. ആ ചൂളയിൽ നഗ്നരായിക്കൊണ്ട് ഈ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. എന്നിട്ട് അവിടെ ഇങ്ങനെ പുകഞ്ഞു തീരുകയാണ്, കത്തിയമർന്ന് തീരുകയാണ്. എന്നിട്ട് അവരുടെ കത്തിയമർന്ന് തീർന്നു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും ബോഡി വരുന്നു, നല്ല ശരീരം വരുന്നു, വീണ്ടും ഇത് ആസ്വദിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏഷണിയും അതേപോലെ തന്നെ പരിദൂഷണവും പറയുന്ന ആളുകൾ, അതേപോലെ തന്നെ മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്ത് വൃത്തിയാക്കാത്ത ആളുകൾ, അല്ലെങ്കിൽ മറ സ്വീകരിക്കാത്ത ആളുകൾ എന്നൊക്കെ പണ്ഡിതന്മാർ വിശേഷിച്ചു. നമ്മളൊക്കെ നിസ്സാരമായി കരുതുന്നത് അല്ലേ? മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്ത് മറ സ്വീകരിക്കാത്ത ആളുകൾ, അതേപോലെ തന്നെ ശരിക്ക് വൃത്തിയാക്കാത്ത ആളുകൾ അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖബറിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ നമുക്ക് പറഞ്ഞെന്തിനാ? മുഅ്മിനും ഖബറും തമ്മിലുള്ള ബന്ധം എന്താണ്, ഏത് നിലക്കാണ് നമ്മൾ ഖബറിനെ മനസ്സിലാക്കേണ്ടത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ജീവിതത്തിൽ ഈ പറയപ്പെട്ട ഹദീസുകളും ആയത്തുകളും ദീനിന്റെ നിർദ്ദേശങ്ങളും വിശുദ്ധ ഖുർആൻ നെഞ്ചിലേറ്റിക്കൊണ്ട് ജീവിച്ച് ആ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അങ്ങോട്ടുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ ബാക്കിയുള്ളതെല്ലാം രക്ഷയാണ്. ഇനി സഹോദരന്മാരെ, മറ്റു ചില ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. ഈ ഖബർ ജീവിതം, അതേപോലെ തന്നെ ഖബറിൽ ശിക്ഷയെ നിഷേധിക്കുന്ന ആളുകൾ. ഖബർ ശിക്ഷയില്ല. എപ്പോഴാ ഒരു മനുഷ്യന് ശിക്ഷ കിട്ടുന്നത്? അത് പരലോകത്തെത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണക്ക് എടുത്തതിന് ശേഷം അയാളെ ബോധ്യപ്പെടുത്തിയിട്ടേ ശിക്ഷിക്കുള്ളൂ. ഖബറിന് ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഖബർ ശിക്ഷ എന്ന് പറഞ്ഞാൽ ബോധ്യപ്പെടുത്തൽ ഉണ്ടായിട്ടില്ല. ഇവരുടെ വാദമാണ്. ഹദീസുകളെ നിഷേധിക്കുന്നവർ അല്ല, ഖുർആനിനെ നിഷേധിക്കുന്നവർ. ഖബറിന് ശിക്ഷ ഉണ്ടാവില്ല, പരലോകത്തുനിന്നേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന ആളുകൾ നമ്മളെ കൂട്ടത്തിലൊക്കെ അങ്ങനെയുള്ള ചില ആളുകളെ കാണാൻ സാധിക്കും. ഖബർ ശിക്ഷയെ നിഷേധിക്കുന്ന ആളുകൾ, അത് ലോകപ്പ് മർദ്ദനമാണത്രേ. എന്നാൽ സഹോദരന്മാരെ, നിങ്ങൾ കേൾക്കണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിലേക്ക് എത്തണ്ട, അവരെ റൂഹിനെ പിടിക്കുന്ന സമയത്ത് തന്നെ, കാഫിറുകളായ ആളുകളുടെ റൂഹിനെ പിടിക്കുന്ന അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറുൽ മലായികതു യദ്രിബൂന ഉജൂഹഹും വഅദ്ബാറഹും വദൂഖു അദാബൽ ഹരീഖ്. കാഫിറുകളായ ആളുകളുടെ റൂഹിനെ പിടിക്കുന്ന സമയത്ത് മലക്കുകൾ അവരുടെ മുഖത്തും പിരടിയിലും ശക്തമായി അടിച്ചുകൊണ്ടിരിക്കുന്നു, ശക്തമായി പ്രഹരിച്ചുകൊണ്ടിരിക്കുന്നു. ഖബർക്കൊന്നും എത്തണ്ട, റൂഹിനെ പിടിക്കുന്ന സമയത്തിന് അടിയ. ബോധ്യപ്പെട്ടിരിക്കണ പോൽക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെട്ടിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നിഷേധിക്കാൻ നിൽക്കണ്ട അല്ലേ? വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു ഖബർ ശിക്ഷയുണ്ട് എന്ന്. അതേ ഫിർഔനിന്റെയും കൂട്ടരുടെയും ഖബർ ജീവിതത്തെക്കുറിച്ച്, ബർസഖിയായ ജീവിതത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് ശേഷം പറഞ്ഞു, അന്നാറു യുറദൂന അലൈഹാ ഗുദുവൻ വഅശിയാ. രാവിലെയും വൈകുന്നേരവും അവരുടെ ബർസഖിലേക്ക്, അവരുടെ ഖബറിലേക്ക് നരകത്തീ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വയൗമ തഖൂമുസ്സാഅതു അദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ്. എന്നിട്ടോ പരലോകത്ത് ഖിയാമത്ത് നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിനേക്കാൾ ഭീകരമായ ശിക്ഷയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് ഈ ഖബർ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഖബറിൽ ഞാനും നിങ്ങളൊക്കെ കെടുക്കാനുള്ളതാണ്, ഈ ബർസഖിലേക്ക് എത്താനുള്ളതാണ്. ഒന്നില്ലെങ്കിൽ സ്വർഗ്ഗ പൂന്തോപ്പാണ്, അല്ലെങ്കിൽ നരകക്കുഴിയാണ്. ഏതാണെന്ന് നമ്മൾ തീരുമാനിക്കണം. അതിനുവേണ്ടി പണിയെടുക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. സഹോദരന്മാരെ, നോക്ക് നിങ്ങൾ, ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഖബർ സന്ദർശിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖബറിലെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തഹിയ്യാത്തിൽ പ്രാർത്ഥന പഠിപ്പിച്ചു. അല്ലാത്ത സമയത്ത് പ്രാർത്ഥന പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നമ വമിൻ അദാബിൽ ഖബ്രി വമിൻ ഫിത്നത്തിൽ മഹ്യാ വമമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. നമ്മളൊക്കെ ഇന്ന് അസ്ർ നിസ്കരിച്ചപ്പോൾ പ്രാർത്ഥിച്ചു. പക്ഷേ സഹോദരന്മാരെ, അർത്ഥമൊന്നും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണം. അർത്ഥമൊന്നും മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട്, പടച്ച റബ്ബേ, ഖബർ ശിക്ഷയിൽ നിന്നും അതേപോലെ തന്നെ നരകശിക്ഷയിൽ നിന്നും ദുനിയാവിലും ആഖിറത്തിലുള്ള പരീക്ഷണത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന് ഒരു അദരവ്യായാമമായി പറയുകയല്ലാതെ അർത്ഥം മനസ്സിലേക്ക് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകണം. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സന്ദർശിക്കുമ്പോൾ ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചു. എന്തിനാ ഖബർ സന്ദർശിക്കുന്നത്? ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത്ത്. നിങ്ങൾക്ക് മരണബോധമുണ്ടാക്കും. ഇതുപോലെ എടുക്കാനുള്ളതാണല്ലോ, എൻ്റെ ഭാര്യയാണല്ലോ, എൻ്റെ ഭർത്താവാണല്ലോ, എൻ്റെ കൂടെ പഠിച്ചവനാണല്ലോ, എൻ്റെ കൂടെ ബിസിനസ് നടത്തിയവനാണല്ലോ, അയൽവാസിയാണല്ലോ, നാട്ടുകാരനാണല്ലോ, കൂടെ കഴിച്ചവനാണല്ലോ ഇപ്പോൾ എടുക്കണേ, ഞാനും അല്ലേ അള്ളാഹിൻ്റെ തീരുമാനം എന്നൊക്കെ എടുക്കാനുള്ളതാണ് എന്നൊരു ബോധമുണ്ടാകണം സഹോദരന്മാരെ. അതേപോലെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾക്ക് പരലോക ബോധമുണ്ടാക്കും. അങ്ങനെ നിങ്ങൾ ഖബറാളികളെ സന്ദർശിക്കുന്ന സമയത്ത് അസ്സലാമു അലൈക്കും അഹ്ല ദിയാരി മിനൽ മുഅ്മിനീന അഹ്ല ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ അസ്അലുല്ലാഹ ലനാ വലകുമുൽ ആഫിയ. മുഅ്മിനീങ്ങളും അതേപോലെ തന്നെ മുസ്ലിമീങ്ങളുമായിട്ടുള്ള ആളുകളെ
അവരുടെ വീടുകളിലേക്ക് നമ്മൾ ചെന്നിട്ടുള്ളത്. അത് ഞങ്ങളും നിങ്ങളെപ്പോലെ വരാനിരിക്കുന്നവരാണ്. അത് പറഞ്ഞാൽ തന്നെ സഹോദരന്മാർ എത്രയാണ് നമുക്ക് മരണബോധം ഉണ്ടാകുന്നത്. നിങ്ങളെപ്പോലെ ഞങ്ങളാണ്ട് വരാനിരിക്കുന്നവരാണ്. നിങ്ങൾ നേരത്തെ പോയി, ഇൻഷാ അല്ലാഹ് നിങ്ങൾ വരാനിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കും നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സൗഖ്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി. ഇതൊക്കെയാണ് സഹോദരന്മാരെ ഖബറുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ടത്. ഇവിടെ ഖബർ സിയാറത്ത് നടത്തുമ്പോൾ പ്രാർത്ഥന പോലും അറിയാത്ത ഒരുപാട് മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകൾ, യാക്കോമായിട്ടുള്ള ആളുകൾ, എന്തിനാണ് ഖബർ സിയാറത്തിന്റെ പർപ്പസ് എന്നറിയാത്ത ആളുകൾ, എന്നിട്ട് ഖബറാളികളോട് ജാറങ്ങളിലും മക്കബറുകളിലും പോയിട്ട് ഖബറാളികളോട് തേടുന്നു, അവരുടെ പ്രയാസങ്ങൾ പറയുന്നു. ആ വിഷയത്തിൽ എന്താണ് ഇസ്ലാമിന് പറയാനുള്ളത് എന്നുള്ളതാണ് ഇൻഷാ അല്ലാഹ് ഇനിയുള്ള സംസാരങ്ങളിലും ചോദ്യോത്തരങ്ങളിലേക്ക് വരാനിരിക്കുന്നത്. അതിലേക്ക് കൂടുതൽ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ഖബർ ജീവിതം നന്നാക്കി തെരുമാറാവട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ മുസ്ലിമീങ്ങളായ ആളുകൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സഹോദരിമാർ, നമ്മുടെ പിഞ്ചോമന മക്കൾ ഗസയുടെ തെരുവുകളിൽ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരുടെ പ്രയാസങ്ങൾക്കെല്ലാം അറുതി വരുത്തിക്കൊണ്ട് ഏറ്റവും നല്ല ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിലിസ്തീനിലെ നമ്മുടെ സഹോദരന്മാർക്ക്, സഹോദരികൾക്ക്, നമ്മുടെ പിഞ്ചു മക്കൾക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് നഷ്ടപ്പെട്ട ജീവിതത്തിന് ഏറ്റവും നല്ല ജീവിതം അല്ലാഹു തിരിച്ചു കൊടുക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ശുഹദാക്കന്മാരെ, അവരുടെ മരണപ്പെട്ട ആളുകളെ ഷഹീദുകളായി സ്വീകരിക്കുമാറാവട്ടെ. അവർക്ക് ഏറ്റവും നല്ലൊരു പുലരി അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.